നമസ്കാരം. ഇറാനുമായുള്ള യുദ്ധം മുറുകുന്നതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ വിദേശ മാധ്യമങ്ങളിൽ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ. യുദ്ധക്കളത്തിലെ മിസൈൽ ആക്രമണങ്ങളുടെയും തകർച്ചയുടെയും ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന ഡിസ്ട്രക്ഷൻ പോൺ ശൈലിയിലേക്ക് പ്രസിഡന്റ് മാറിയിരിക്കുന്നുവെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. പെന്റഗണിലെയും വൈറ്റ് ഹൌസിലെയും ഉന്നത വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദി സ്പെക്ടേറ്റർ ഡെപ്യൂട്ടി എഡിറ്റർ ഫ്രെഡി ഗ്രേയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇറാനെതിരെയുള്ള ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി ആരംഭിച്ചതോടെ ട്രംപിന്റെ ദിനചര്യകളിൽ പ്രധാനപ്പെട്ടത് വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിലെ സന്ദർശനമാണ്. അവിടെ ബിഗ് സ്ക്രീനുകളിൽ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ തകർക്കപ്പെടുന്നതിന്റെ 2 മുതൽ 3 മിനിറ്റ് വരെ നീളുന്ന വീഡിയോ സമാഹാരങ്ങൾ ഉദ്യോഗസ്ഥർ പ്രസിഡന്റിനെ കാണിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. 10,000-ഓളം ലക്ഷ്യങ്ങൾ ഇതിനകം തകർത്തെങ്കിലും അതിൽ ഏറ്റവും ആകർഷകമായ സ്ഫോടന ദൃശ്യങ്ങൾ മാത്രമാണ് ട്രംപിനായി എഡിറ്റ് ചെയ്ത് പ്രദർശിപ്പിക്കുന്നത്. യുദ്ധം ഓരോ വീഡിയോ ഗെയിം കളിക്കുന്ന ലാഘവത്തോടെയാണ് ട്രംപ് കൈകാര്യം ചെയ്യുന്നതെന്നും വിമർശകർ പറയുന്നു. സൈനിക മേധാവികൾ നൽകുന്ന രേഖാമൂലമുള്ള റിപ്പോർട്ടുകളെക്കാൾ ദൃശ്യങ്ങൾക്കാണ് പ്രസിഡന്റ് പ്രാധാന്യം നൽകുന്നത്. ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ താൻ യുദ്ധത്തിൽ ജയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന മിഥ്യാബോധം ട്രംപിന് ഉണ്ടാവുന്നുണ്ടെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ആക്രമണങ്ങൾക്കിടയിൽ തന്നെ മാധ്യമപ്രവർത്തകരെ വിളിച്ച് ഫോൺ സ്പീക്കറിലിട്ട് യുദ്ധത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന രീതിയും ട്രംപ് തുടരുന്നുണ്ട്. പ്രസിഡന്റിന് യുദ്ധ ദൃശ്യങ്ങളോട് ഭ്രാന്തമായ ആവേശമാണെന്ന വാർത്തകൾ വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാരോലിൻ ലീവിറ്റും തള്ളി. ഈ ആരോപണങ്ങൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും റൂമില്ലാത്തവർ പടച്ചുവിടുന്ന കഥകളാണെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ വീഡിയോ ബ്രീഫിംഗുകൾ നടക്കുന്നുണ്ടെന്ന കാര്യം വൈറ്റ് ഹൌസ് നിഷേധിച്ചിട്ടില്ല. അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന പ്രത്യാക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ പ്രസിഡന്റിനെ കാണിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയും ലഭിച്ചിട്ടില്ല. സിറ്റുവേഷൻ റൂം ഒരു സ്വകാര്യ സിനിമാ തിയേറ്റർ പോലെ ട്രംപ് ഉപയോഗിക്കുന്നു എന്ന വാർത്ത അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. പെന്റഗണിൽ നിന്നുള്ള സൂചനകൾ പ്രകാരം ഇറാനെ പൂർണ്ണമായും മുട്ടുകുത്തിക്കാൻ ഒരു വലിയ കര വ്യോമ നാവിക ആക്രമണത്തിന് അമേരിക്ക പദ്ധതിയിടുന്നുണ്ട്. യുദ്ധം മുറുകുന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ സാമ്പത്തിക മേഖല ഇത് ദോഷകരമായി ബാധിക്കും. യുദ്ധം ഒരു വലിയ പ്രാദേശിക പോരാട്ടമായി മാറുമോ എന്ന ഭീതിയിലാണ് ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ. യുദ്ധത്തിന്റെ ഭീകരതയെ ഒരു വിനോദ രൂപമായി കാണുന്നു എന്ന തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റിനെതിരെ ഉയരുന്ന ഈ വെളിപ്പെടുത്തലുകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. സൈനിക നടപടികളെ കേവലം ദൃശ്യാനുഭവങ്ങളായി ലഘൂകരിക്കുന്നത് യുദ്ധത്തിന്റെ യഥാർത്ഥ ആഘാതങ്ങളെയും മാനുഷിക പ്രത്യാഘാതങ്ങളെയും വിസ്മരിക്കാൻ കാരണമാകുമെന്നും വിമർശകർ ഭയപ്പെടുന്നു. വൈറ്റ് ഹൌസ് ഈ ആരോപണങ്ങളെ നിഷേധിക്കുന്നുണ്ടെങ്കിലും ഒരു ലോകശക്തിയുടെ തലവൻ യുദ്ധത്തെ സമീപിക്കുന്ന രീതിയെക്കുറിച്ചുള്ള ആശങ്കകൾ സഖ്യകക്ഷികൾക്കിടയിലും ആഗോള സമൂഹത്തിനിടയിലും പടരുകയാണ്. ഇറാൻ അമേരിക്ക സംഘർഷം കേവലം 2 രാജ്യങ്ങൾ മാത്രമുള്ള പോരാട്ടത്തിനപ്പുറം ആഗോള സാമ്പത്തിക ക്രമത്തെയും സമാധാനത്തെയും ബാധിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. എണ്ണവിലയിൽ ഉണ്ടാകുന്ന വർധനവ് ഇന്ത്യയെ പോലുള്ള വികസ്വര രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ ഭീഷണിയാണ് ഉയർത്തുന്നത്. അത്യാധുനിക ആയുധങ്ങളും വീഡിയോ ദൃശ്യങ്ങളും യുദ്ധത്തെ സാങ്കേതികമായി ലളിതമാക്കി മാറ്റുമ്പോഴും ഇതൊരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്കോ ആഗോള പ്രതിസന്ധിയിലേക്കോ വഴിമാറുമെന്ന ആശങ്കയിൽ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഉറ്റുനോക്കുന്നുണ്ട്.